ഹായ്, എല്ലാവർക്കും ഹാപ്പി വിഷു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സമാധാനത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാനിങ്ങനെ വിഷുവിൻ്റെ കണി ഇങ്ങനെ ഫോട്ടോകളും ഒക്കെ നോക്കുമ്പോൾ, പിന്നെ എൻ്റെ കൂട്ടുകാരത്തിയുടെ കൂടെ കണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ എല്ലാ പ്രകൃതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ പ്രകൃതിക്ക് ജാതിയും മതമൊന്നും ഇല്ല അല്ലേ? സത്യത്തിൽ ഈ കണിയുടെ സാധനങ്ങൾ എല്ലാ ജാതിയിലുള്ള മനുഷ്യരുടെ കയ്യിൽ കൂടെ വന്നിട്ടാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ മതവിദ്വേഷത്തിൻ്റെയും അല്ലെങ്കിൽ ഭയത്തിൻ്റെയും ആ മതം ഈ മതം എന്നുള്ള ഭയത്തിൻ്റെയും അതിപ്രസരത്തിൽ നിന്ന് മാറി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഐക്യത്തിൻ്റെയും വിഷു നമുക്ക് ആഘോഷിച്ചുകൂടാ? ഇത് നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമാണ്. വരും തലമുറയെ മതം ഭ്രാന്തനാക്കാതെ, മതഭ്രാന്തിൽ നിന്ന് മാറ്റി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു റോഡാണ് മതം എന്നുള്ള വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട, ആത്മവിശ്വാസം കൂട്ടേണ്ടതും സഹോദര സ്നേഹം കൂട്ടേണ്ടതും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു വഴിയാണ് മതം എന്ന് എല്ലാ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ വിഷു ആഘോഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ, നമ്മുടെ തലമുറ പോയാൽ, മതവിദ്വേഷത്തിൽ ഭയപ്പെട്ടു പോയാൽ അവർ പതറിപ്പോകും. അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ലവ് യു ഓൾ. ജാക്ലിൻ.